Okay, my dear students, welcome to our class. നമ്മളിവിടെ നിന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ BCOM ഫസ്റ്റ് സെമസ്റ്റർ മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന പേപ്പറിൽ ചാപ്റ്റർ 2 ആണ്. അപ്പോൾ ഇവിടെ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് രണ്ടാമത്തെ ചാപ്റ്ററായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന പോർഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്കറിയാം ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ടു മാനേജറിയൽ എക്കണോമിക്സ് ആണ്. അപ്പോൾ ആ ചാപ്റ്ററിൽ ബേസിക്കായിട്ട് നമ്മുടെ എക്കണോമിക്സിൻ്റെ ബേസിക് തിയറീസ്, അതേപോലെ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ബേസിക് തിയറീസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും, പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചാപ്റ്ററിൽ വരുന്നത്. ഇവിടെ കുറച്ചും കൂടി എക്കണോമിക്കിൻ്റെ തിയറി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്കണോമിക് കോൺസെപ്റ്റുകൾ കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് കൺസ്യൂമർ ബിഹേവിയർ. എക്കണോമിക്സിൻ്റെ കോറായിട്ടുള്ള കോൺസെപ്റ്റുകൾ, അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറീസ്, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, അതായത് യൂട്ടിലിറ്റി തിയറീസ് ആൻഡ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി, അതാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇനി ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ വാട്ട് ഡു യു മീൻ ബൈ കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ളതാണ്. എന്താണ് കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, കൺസ്യൂമർ ബിഹേവിയർ ഇസ് ദ സ്റ്റഡി ഓഫ് കൺസ്യൂമർ വൈൽ എൻഗേജ്ഡ് ഇൻ പ്രോസസ് ഓഫ് കൺസംഷൻ. ഓക്കെ, അതായത് കൺസ്യൂമർ ബിഹേവിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ ഒരു കൺസംഷൻ പ്രോസസ്സിൽ എൻഗേജ് ആവുന്ന നേരത്തെ ആ സമയത്ത് കൺസ്യൂമറിനെ പഠിക്കുന്ന ഒരു സ്റ്റഡിയാണ് അല്ലെങ്കിൽ ഒരു പഠനശാഖയാണ്, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് കൺസ്യൂമർ കൺസ്യൂം ചെയ്യുമ്പോൾ അയാളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തൊക്കെയാണെന്നുള്ളതും അയാളുടെ ബിഹേവിയർ പാറ്റേൺ എന്താണെന്നുള്ളതും ആണ് കൺസ്യൂമർ ബിഹേവിയർ എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, വാട്ട് ആർ ദ വേരിയസ് തിയറീസ് ഓർ അപ്രോച്ചസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. അതായത് എന്തൊക്കെയാണ് കൺസ്യൂമർ ബിഹേവിയറിൻ്റെ തിയറീസ് അല്ലെങ്കിൽ അപ്രോച്ചസ് എന്നുള്ളതാണ്. There are 3 approaches or 3 theories of consumer behavior. 3 approaches are consumer behavior nu varunathu. Okay, they are cardinal utility approach, second one is ordinal utility approach, the third one is revealed preference theory by Professor Samuelson. Okay, അപ്പോൾ ആദ്യത്തേത് എന്തായിരുന്നു? ആദ്യത്തേത് പറഞ്ഞത് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ആയിരുന്നു, രണ്ടാമത്തേത് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ആയിരുന്നു, മൂന്നാമത്തേത് എന്താണ്? റിവീൽഡ് പ്രിഫറൻസ് തിയറി ഓഫ് പ്രൊഫസർ സാമുവൽസൺ. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ കോൺസെപ്റ്റ് വിശദമായിട്ട് നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കുന്നില്ല. നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചും അതേപോലെ തന്നെ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചുമാണ് വിശദമായിട്ട് നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് അല്ലെങ്കിൽ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ഓർ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി വാസ് ഡെവലപ്ഡ് ബൈ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ്. ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളാണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഗോസൻ ഓഫ് ജർമ്മനിയിലൊരു ഫേമസ് ആയിട്ടുള്ള എക്കണോമിസ്റ്റാണ് ഗോസൻ. വില്യം സ്റ്റാൻലി ജേവൻസ് ഓഫ് ഇംഗ്ലണ്ട്, ലിയോൺ വാൾഡ്രസ് ഓഫ് ഫ്രാൻസ്, കാൾ മെങ്കർ ഓഫ് ഓസ്ട്രിയ. ദീസ് ആർ ഓൾ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ്. ഓക്കെ, അപ്പോൾ അവരൊക്കെയാണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി അപ്രോച്ച് അല്ലെങ്കിൽ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ നിയോ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ്, അതിനുശേഷം വന്ന നവ ക്ലാസിക്കലായിട്ടുള്ള എക്കണോമിസ്റ്റുകളായിട്ടുള്ള ആൽഫ്രഡ് മാർഷൽ മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് റിഫൈൻമെൻറ്റ്സ് ഇൻ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. അപ്പോൾ നമ്മുടെ ആൽഫ്രഡ് മാർഷൽ വലിയ മാറ്റങ്ങൾ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുതൽ പഠനം അദ്ദേഹം കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ വരുത്തിയിട്ടുണ്ട്. പിന്നീട് പറയുന്നത് ദ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ ജസ്റ്റ് ആസ് ഹൈറ്റ്. അതായത് യൂട്ടിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് പോലെയോ അല്ലെങ്കിൽ വെയ്റ്റ് പോലെയോ ഒക്കെ നമുക്ക് അളക്കാൻ പറ്റുന്ന ഒന്നാണ് എന്നാണ് പറയുന്നത്. യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ ഹൈറ്റ് പോലെയോ അല്ലെങ്കിൽ വെയ്റ്റ് പോലെയോ ഒക്കെ അളക്കാൻ പറ്റുന്നത്, നമുക്ക് കൃത്യമായിട്ട് അതിനൊരു അളവുണ്ട് എന്ന് പറയുന്നതാണ് ഈ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതവിടെ പറയുന്നത് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ ജസ്റ്റ് ആസ് ഹൈറ്റ്, വെയ്റ്റ്, ലെങ്ത്, ടെമ്പറേച്ചേഴ്സ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന് പ്രധാനമായ കോറായിട്ടുള്ള കാര്യം. എന്താണ്? യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ പറയുന്നത്. കാര്യം നമുക്ക് യൂട്ടിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? യൂട്ടിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാറ്റിസ്ഫൈയിങ് പവറാണ്. ഒരു പ്രൊഡക്റ്റിന് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന പവറിൻ്റെ പേരാണ് യൂട്ടിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ. സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ നടക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. അപ്പോൾ മനസ്സിൽ നടക്കുന്ന ഒരു കാര്യത്തെ എങ്ങനെ കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ പറയുന്നത് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ പറയുന്നത് അത് മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.
അത് പറ്റുമെന്ന് പറയുമ്പോൾ അതിന് ചില അസംഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ എക്കണോമിക് തിയറീസിനും അസംഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ പറയുന്ന അസംഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാര്യം ഈ അസംഷൻസ് കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി റെലവൻ്റ് ആവുന്നുള്ളൂ. അപ്പോൾ ഇത് നടക്കുന്നില്ലെങ്കിൽ, അസംഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്താണ്, അത് റോങ് ആയി തീരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് അസംഷനായിട്ട് പറയുന്നത് യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ ഇൻ ന്യൂമറിക്കൽ ടേംസ്. യൂട്ടിലിറ്റി ന്യൂമറിക്കൽ ടേംസിലാണ് എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, എവരി കൺസ്യൂമർ ഈസ് റാഷണൽ. എല്ലാ കൺസ്യൂമർ റാഷണലാണ്, സാമാന്യ ബുദ്ധി ഉള്ളവരാണ് എന്നാണ് റാഷണൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ്, എവരി റാഷണൽ കൺസ്യൂമർ ഇൻറ്റൻസ് ടു മാക്സിമൈസ് ഹിസ് ഓർ ഹർ സാറ്റിസ്ഫാക്ഷൻ ഫ്രം ഹിസ് ഓർ ഹർ മണി ഇൻകം. അതായത് എല്ലാ കൺസ്യൂമറും അയാൾക്ക് കിട്ടുന്ന വരുമാനം, മണി ഇൻകം, കാശായിട്ട് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്നാണ് മൂന്നാമത്തെ അസംഷനായിട്ട് പറയുന്നത്. ഈ അസംഷൻസ് എന്ന് വെച്ചാൽ മുൻധാരണകളാണ്. ഈ മുൻധാരണകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് റെലവൻ്റ് ആവുന്നുള്ളൂ. ഇനി നാലാമത്തെ അസംഷൻ നോക്കാം. ദ കൺസ്യൂമർ ഹാസ് ലിമിറ്റഡ് ഇൻകം ടു സ്പെൻഡ് ഓൺ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ഹി ഓർ ഷീ ചൂസസ് ടു കൺസ്യൂം. കൺസ്യൂമറിന് ലിമിറ്റഡ് ഇൻകം മാത്രമേ പാടുള്ളൂ, അൺലിമിറ്റഡ് ഇൻകം വരാൻ പാടില്ല. അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് യൂട്ടിലിറ്റി ഗെയിൻ ഫ്രം സക്സസീവ് യൂണിറ്റ്സ് ഓഫ് എ കമ്മോഡിറ്റി ഗോസ് ഓൺ ഡിമിനിഷിങ്. അതായത് യൂട്ടിലിറ്റി നമ്മൾ എന്താണ് കുറഞ്ഞു വരുമെന്നാണ് പറയുന്നത്. നമ്മളൊരു സാധനം കൺസ്യൂം ചെയ്യുന്നവരും അപ്പോൾ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ യൂണിറ്റ് ആകുമ്പോഴേക്കും യൂട്ടിലിറ്റി കുറഞ്ഞു വരും എന്നാണ് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഡിമിനിഷസ് ആസ് കൺസ്യൂമർ അക്വയർസ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് എ കമ്മോഡിറ്റി. അപ്പോൾ നമുക്ക് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ഒക്കെ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. കാര്യം യൂട്ടിലിറ്റി കുറഞ്ഞു വരും എന്നുള്ളതാണ്. ഇനി അടുത്ത പോയിന്റ് പറയുന്നത് ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. കാശിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുമെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ദ യൂട്ടിലിറ്റീസ് ആർ ഇൻഡിപെൻഡൻറ്റ്. യൂട്ടിലിറ്റീസ് എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. ദാറ്റ് ഈസ് ദ കമ്മോഡിറ്റീസ് ആർ നൈദർ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഓർ കോംപ്ലിമെൻറ്റ്സ്. അതായത് കമ്മോഡിറ്റി സബ്സ്റ്റിറ്റ്യൂട്ടും അല്ല കോംപ്ലിമെൻറ്റും അല്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഓരോ ഗുഡ്സും ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീ ആൻഡ് കോഫി. അതായത് ടീക്ക് വില കൂടിയാൽ നമ്മൾ കോഫി കഴിക്കാനായിട്ട് ശ്രമിക്കും അല്ലേ. നമ്മളിപ്പോൾ ഒരു സ്വതവേ അല്ലെങ്കിൽ ടീയുമായിട്ട് അത്രയ്ക്കും ഒരു അഡിക്ഷൻ ഉള്ള ആളാണെങ്കിൽ മാത്രമേ ടീയിലേക്ക് പോവുള്ളൂ. അപ്പോൾ നമ്മൾ സാധാ കഴിക്കുന്നത് ഹോട്ടായിട്ടില്ല അല്ലെങ്കിൽ എന്താണ് ചൂടുള്ള ഒരു പാനീയങ്ങളാണ് ചായയും കാപ്പിയും. അപ്പോൾ അതിപ്പോൾ ചായക്ക് വല്ലാതെ വില കൂടിയാൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കോഫി കഴിക്കും, കോഫിക്ക് കൂടുകയാണെങ്കിൽ ചായ കഴിക്കും. അപ്പോൾ ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ് ഒരു ഉദാഹരണം. പിന്നീട് അടുത്തതായിട്ട് പറയുന്നത് കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആണ്. അതായത് പെട്രോളും ബൈക്കും എന്താണ്, രണ്ടും കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആണ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ച് നിൽക്കുന്ന രണ്ട് കമ്മോഡിറ്റീസ് ആണ്. ബൈക്കിൽ പെട്രോൾ വേണം, പെട്രോളും വിറ്റഴിഞ്ഞ് പോകണമെങ്കിൽ എന്ത് വേണം, ബൈക്ക് പോലുള്ള അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾസ് വേണം. ഓക്കെ, അപ്പോൾ ഇതാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. അപ്പോൾ ഒന്നിന് വില കൂടുകയാണെങ്കിൽ മറ്റേതിനും എന്ത് ചെയ്യും, അനുപാതികമായിട്ട് അതിൻ്റെ ഡിമാൻഡിനെയൊക്കെ ബാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഡയറക്റ്റായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിന് പകരം ഒന്ന്, ഇത് രണ്ടും ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ് കോംപ്ലിമെൻ്റ് ഗുഡ്സ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് ദർ ആർ നോ കോംപ്ലിമെൻ്ററി ഗുഡ്സ് ഓർ ദർ ആർ നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്നാണ് പറയുന്നത്. യൂട്ടിലിറ്റി എല്ലാത്തിനും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയുടെ എന്തുമായിട്ട് പറഞ്ഞത്, അസംഷനായിട്ട് പറയുന്നത്. ഇനി ഒരു പോയിന്റ് കൂടെ വരുന്നത് യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂംഡ് ബൈ എ കൺസ്യൂമർ ക്യാൻ ബി ആഡഡ് ടുഗദർ ടു ഒബ്റ്റെയിൻ ടോട്ടൽ യൂട്ടിലിറ്റി. അതായത് ഒരു കൺസ്യൂമർ ഒരുപാട് ഗുഡ്സും സർവീസൊക്കെ ഒരുമിച്ച് കഴിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരുമിച്ച് കൺസ്യൂം ചെയ്യുകയാണെങ്കിലോ അതിൻ്റെ എല്ലാം കൂടി യൂട്ടിലിറ്റി കൂട്ടിയിട്ട് ഒരു ടോട്ടൽ യൂട്ടിലിറ്റി കണക്കാക്കാൻ സാധിക്കുമെന്നാണ് അടുത്തതായിട്ട് പറയുന്ന അസംഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അസംഷൻസ് ആയിട്ട് പറയുന്നത്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തതായിട്ട് ഈ കാർഡിനൽ യൂട്ടിലിറ്റി തിയറിക്ക് അല്ലെങ്കിൽ അപ്രോച്ചിന് ചെറിയ ഡിഫക്ട്സും ലിമിറ്റേഷൻസും ഉണ്ട്. അപ്പോൾ അത് ചോദിക്കുകയാണെങ്കിൽ എന്താണ് എഴുതാന്നുള്ളതാണ്. എന്താണ് ഡീമെറിറ്റ്സോ അല്ലെങ്കിൽ ഡിഫക്ട്സോ അല്ലെങ്കിൽ ലിമിറ്റേഷൻസോ അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ പോയിന്റ്സ് എഴുതുക. അതിൽ ആദ്യത്തെ പോയിൻ്റായിട്ട് പറയുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്ടിലിറ്റി ഈസ് എ സബ്ജക്റ്റീവ് ആൻഡ് സൈക്കോളജിക്കൽ കോൺസെപ്റ്റ്, ഹെൻസ് ഇറ്റ് കനോട്ട് ബി മെഷേർഡ് കാർഡിനലി. അപ്പോൾ യൂട്ടിലിറ്റി എന്താണ്, അത് സബ്ജക്റ്റീവ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ കോൺസെപ്റ്റാണ്, മനുഷ്യ മനസ്സിൽ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്താണ് കനോട്ട് ബി മെഷേർഡ് എന്നാണ് പറയുന്നത്. അതാണ് ആദ്യത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ദ കാർഡിനൽ അപ്രോച്ച് അസ്യൂംസ് ദാറ്റ് യൂട്ടിലിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദാറ്റ് കമ്മോഡിറ്റി അലോൺ, ദാറ്റ് ഈസ് യൂട്ടിലിറ്റീസ് ആർ ഇൻഡിപെൻഡൻറ്റ്. ദിസ് അസംഷൻ ഈസ് നോട്ട് കറക്റ്റ്. ഇൻ ആക്ച്വൽ ലൈഫ് യൂട്ടിലിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് കോംപ്ലിമെൻറ്റ്സ്. നമുക്കറിയാം ആക്ച്വൽ ലൈഫിൽ എന്തുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെൻറ്റ് ഗുഡ്സും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
യൂട്ടിലിറ്റി ഇൻഡിപെൻഡൻ്റായി നിൽക്കുമെന്ന് പറയുന്നത് എന്താണ്? അതൊരു റോങ് അസംഷനാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ദ അസംഷൻ ദാറ്റ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഈസ് റോങ്. അതായത് രൂപയുടെ യൂട്ടിലിറ്റി കുറയും അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് മാറ്റമില്ലാതെ നിൽക്കുമെന്ന് പറയുന്നത് റോങ് ആണ്. ചിലപ്പോൾ രൂപ അധികം കിട്ടുമ്പോൾ കൂടുതൽ അതിനോട് ചിലപ്പോൾ യൂട്ടിലിറ്റി വരാൻ ചാൻസ് ഒക്കെ ഉണ്ട് അല്ലേ? ചിലപ്പോൾ ചില ആൾക്കാർക്ക് രൂപയോടുള്ള യൂട്ടിലിറ്റി കുറയാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കാശിൻ്റെ യൂട്ടിലിറ്റി, രൂപ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഇന്ത്യൻ കറൻസിയാണ്, ഇപ്പോൾ കറൻസി അല്ലെങ്കിൽ ക്യാഷ് മണി, അപ്പോൾ അതിൻ്റെ യൂട്ടിലിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമെന്ന് പറയുന്ന എസംഷനിൽ നിന്നുണ്ട് ചില പിശകുകളുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. മണി ഈസ് നോട്ട് എ കറക്റ്റ് ആൻഡ് പെർഫെക്റ്റ് മെഷർ ഓഫ് യൂട്ടിലിറ്റി. അപ്പോൾ കാശെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തല്ല, യൂട്ടിലിറ്റി അളക്കുന്ന ഒരു പെർഫെക്റ്റ് മെഷർ അല്ല. നമ്മൾ നേരത്തെ കണ്ട് മോണിറ്ററി ടേംസിലാണ് യൂട്ടിലിറ്റി അളക്കുക എന്നുള്ളത്. അത് കൃത്യമായിട്ടൊരു മെഷർമെൻ്റ് ആയിട്ട് തോന്നുന്നില്ല. ഇനി നെക്സ്റ്റ് പോയിന്റ്, ദി അസംഷൻ ദാറ്റ് എ മാൻ ഈസ് റാഷണൽ ഈസ് നോട്ട് കറക്റ്റ്. അതായത് റാഷണാലിറ്റി, ഒരു വ്യക്തി റാഷണൽ ആണോ, സാമാന്യ ബുദ്ധി എന്നതിന് നമുക്ക് കൃത്യമായിട്ട് നിർവചനം കൊടുക്കാൻ സാധിക്കില്ല. കാര്യം ഓരോരുത്തരും അവരുടേതായ രീതിയിൽ എന്താണ് അബ്നോർമലാണ്. അപ്പോൾ അബ്നോർമൽ മീൻസ് ഒരു ചെറിയ അബ്നോർമാലിറ്റി, അല്ലെങ്കിൽ എന്താണ് റാഷണാലിറ്റി എന്ന് വെച്ചാൽ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. No consumers compare the utility and disutility from each unit of a commodity while buying it. Further, due to ignorance or advertisement, the consumer may be forced to choose the wrong item. Wrong them അല്ല, wrong item ആണ്. ഓക്കെ, അപ്പോൾ ഇതിവിടെ ഐറ്റം എന്ന് മാറ്റാം. ഓക്കെ, ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐറ്റമാണ്, ഐറ്റം. ഓക്കെ, അപ്പോൾ ഐറ്റം എന്ന് ഉള്ളതാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് പറയുന്നത് ദ കാർഡിനൽ അപ്രോച്ച് ഡസ് നോട്ട് സ്റ്റഡി ഇൻകം എഫക്റ്റ്. അപ്പോൾ കാർഡിനൽ അപ്രോച്ച് എന്താണ്? ഇൻകം എഫക്റ്റിനെ കുറിച്ചിട്ട്, നമുക്ക് കാശ് കൂടിയാൽ എങ്ങനെയാണ് നമ്മൾ യൂട്ടിലിറ്റി ബാധിക്കുക എന്നുള്ള കാര്യം പറയുന്നില്ല. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഇഗ്നോർ ചെയ്യുന്നു. പിന്നെ എന്താണ് പ്രൈസ് എഫക്റ്റ്, എന്താണ് അതും പഠിക്കുന്നില്ല. വില കൂടിയാലും കുറഞ്ഞാലും എങ്ങനെയാണ് യൂട്ടിലിറ്റിയെ ബാധിക്കുക എന്നുള്ള കാര്യം പഠിക്കുന്നില്ല. ദ അപ്രോച്ച് ഫെയിൽസ് ടു ക്ലാരിഫൈ ദ സ്റ്റഡി ഓഫ് ഇൻഫീരിയർ ആൻഡ് ഗിഫൺ ഗുഡ്സ്. അപ്പോൾ വില കൂടുമ്പോൾ അതിനനുസരിച്ചിട്ട് ഡിമാൻഡിൽ വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുന്ന ചില ഗുഡ്സാണ് ഇൻഫീരിയർ ആൻഡ് ഗിഫൺ ഗുഡ്സ്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അത്തരം ഗുഡ്സിനെ കുറിച്ചിട്ടൊന്നും ഈ ഒരു തിയറിയിൽ ഒന്നും പറയുന്നില്ല. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് കാർഡിനൽ തിയറി ഈസ് ബേസ്ഡ് ഓൺ എ നമ്പർ ഓഫ് അൺറിയലിസ്റ്റിക് അസംഷൻസ്. ഒരുപാട് അൺറിയലിസ്റ്റിക് അസംഷൻസിൻ്റെ ബേസിലാണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി ഉള്ളത്. ഇൻ അതർ വേർഡ്സ്, ദ തിയറി അസ്യൂംസ് ടു മച്ച് ബട്ട് എക്സ്പ്ലെയിൻസ് ടു ലിറ്റിൽ. ഒരുപാട് കാര്യം അസ്യൂം ചെയ്യുന്നുണ്ട്, പക്ഷേ കുറച്ച് കാര്യം മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം വരുന്നത് വാട്ട് യു മീൻ ബൈ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്നുള്ളതാണ്. എന്താണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ചോദ്യമാണ്. ദ പൊസിഷൻ ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഇംപ്ലൈസ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. അതായത് ഒരു കൺസ്യൂമറിന് ഒരു ഏത് പോയിന്റിലാണോ അയാൾക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ട്രൈസിക്കിൾസ്, അതായത് ചെറിയ കുട്ടികളുടെ സൈക്കിള്, അപ്പോൾ അത് നമുക്ക് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം കിട്ടുക ഒരു 5 വയസ്സിന് മുൻപായിരിക്കും. അതിന് ശേഷം അല്ലെങ്കിൽ ഒരു 10 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരു ട്രൈസിക്കിളിൽ നിന്ന് ഒരു തരത്തിലുള്ള യൂട്ടിലിറ്റി കിട്ടില്ല അല്ല. അപ്പോൾ അതിൻ്റെ മാക്സിമം യൂട്ടിലിറ്റി ചിലപ്പോൾ ഒരു 2 വയസ്സിലോ 3 വയസ്സിലോ ഒരു 4 വയസ്സിലോ ഒക്കെ ആയിരിക്കും കിട്ടുക. ചിലപ്പം തീരെ വയസ്സ് കുറഞ്ഞാൽ കിട്ടില്ല, കാര്യം ആ സമയത്ത് നമുക്കത് കയറുന്ന ചവിട്ടാൻ പറ്റില്ല. അപ്പോൾ നമുക്കത് ചവിട്ടാൻ പറ്റുന്നൊരു ഏജ് ഉണ്ട്, അത് ഒരു 1-2 കൊല്ലം കൊണ്ട് അത് അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ ട്രൈസൈക്കിൾ, ചെറിയ കുട്ടികൾ ഓടിക്കുന്ന സൈക്കിൾ. ഓക്കെ, അപ്പോൾ അതാണ് ഇപ്പോൾ ഒരു സാധനം കൺസ്യൂം ചെയ്യുമ്പോൾ എപ്പോഴാണ് നമുക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്, അതാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ദിസ് ക്യാൻ ബി ഡിറ്റർമിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് 3 ഫണ്ടമെൻ്റൽ ലോസ്. അപ്പോൾ 3 ഫണ്ടമെൻ്റൽ ലോസിലൂടെയാണ് ഇത് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ഓർ ഓഫ് സിംഗിൾ കമോഡിറ്റി. അപ്പോൾ സിംഗിൾ കമോഡിറ്റി ആണെങ്കിൽ നമ്മൾ ഏതൊരു ലോ ആണ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ ലോ ആണ് ഉപയോഗിക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി. 2 or more കമോഡിറ്റീസ് വരികയാണെങ്കിൽ ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി ആണ് നമ്മൾ യൂസ് ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ സർപ്ലസ് ആണ്. അടുത്തത് കോൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ സർപ്ലസ് ആണ്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഇനി ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറിയും വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ് എക്കണോമിക്സിനെ സംബന്ധിച്ചിട്ട്. അപ്പോൾ എന്താണ് ഈ ലോ പറയുന്നത് എന്ന് നോക്കാം. ദിസ് ലോ എക്സ്പ്ലെയിൻസ് ഹ്യൂമൻ ബിഹേവിയർ ഓർ കൺസ്യൂമർ ബിഹേവിയർ ഇൻ റിലേഷൻ ടു കൺസെപ്ഷൻ ഓഫ് എ കമോഡിറ്റി. അതായത് ഈ ഒരു ലോ എന്ത് സൂചിപ്പിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ കൺസ്യൂം ചെയ്യുന്ന നേരത്ത് ഒരു സാധനം നമ്മൾ ഭോഗിക്കുന്ന നേരത്ത് നമുക്കുണ്ടാകുന്ന ബിഹേവിയറൽ ചേഞ്ചാണ് ഈ ഒരു ലോ പറയുന്നത്. ഭോഗിക്കുന്ന നേരത്ത് നമ്മളൊരു സാധനം കൺസ്യൂം ചെയ്യുമ്പോൾ, ഓക്കെ, അപ്പോൾ ഒരു ഫുഡ് ഐറ്റം ആണെങ്കിൽ ഫുഡ് ഐറ്റം നമ്മൾ വാങ്ങി വെക്കുന്നതല്ല, ഫുഡ് ഐറ്റം നമ്മൾ ഈറ്റ് ചെയ്യണം, അല്ലെ, കൺസ്യൂം ചെയ്യണം. അപ്പോൾ വരുന്ന മാറ്റങ്ങളാണ് ഇവിടെ പറയുന്നത്. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് ആസ് എ കൺസ്യൂമർ കൺസ്യൂംസ് മോർ ആൻഡ് മോർ ഓഫ് എ കമോഡിറ്റി, the utility derived by him from every subsequent unit goes on falling. അതായത് ഒരു വ്യക്തി ഇപ്പോൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളെപ്പോഴും ഇതിന് പറയുന്ന ഒരു ഉദാഹരണമാണ് ഈ ആപ്പിളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, ഈ ആപ്പിളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളെപ്പോഴും ഇതിനൊരു ഉദാഹരണം പറയാറുണ്ട്. അതായത് ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, ഈ ആദ്യത്തെ ഒരു ആപ്പിൾ എടുത്ത് കഴിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി ഇനി രണ്ടാമത്തെ ആപ്പിൾ ഇയാൾ കഴിക്കുന്ന നേരത്തെ ഇയാൾക്ക് കിട്ടില്ല. കാര്യം എന്താണ്, അപ്പോഴേക്ക് നമ്മൾ ആ കൺസംഷൻ്റെ ആ ഡ്രൈവ് പോവുകയാണ്. യൂട്ടിലിറ്റി എന്നാണ് പറയുക അതിന്. അതായത് നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കുകളിൽ കണ്ടതാണ്. അതായത് ഒരു സാധനം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനാണ് യൂട്ടിലിറ്റി. അപ്പോൾ അത് കുറഞ്ഞു വരിക ചെയ്യുക. അപ്പോൾ ആപ്പിളിൻ്റെ എണ്ണം കൂടുന്തോറും യൂട്ടിലിറ്റി കുറഞ്ഞു വരിക ചെയ്യുക. അത് ഡിമിനിഷിംഗ് ആയി പോവുക ചെയ്യുക. അഡീഷണൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഓക്കെ, ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഫ്രം ദ ഫസ്റ്റ് യൂണിറ്റ് ആൻ ഇൻഡിവിജ്വൽ gets greatest satisfaction. For example, let us assume that a man is very hungry. In order to satisfy his hunger, he goes on eating the mangoes one after another. അതായത് ഒരു വ്യക്തി വളരെ ഹംഗ്രിയാണ്, വളരെ വിശപ്പുണ്ടായേക്ക്. അപ്പോൾ മാംഗോസ് കാണുമ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ ആപ്പിൾ പോലെ തന്നെ മാംഗോസ് ആണെങ്കിലും എന്ത് ചെയ്യുക, അയാൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ ഫസ്റ്റ് മാംഗോ ഗിവ്സ് ഹിം ദ ഗ്രേറ്റസ്റ്റ് എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ആദ്യത്തെ മാംഗോ ഇയാൾക്ക് എന്ത് കൊടുക്കുന്നു, ഗ്രേറ്റസ്റ്റ് എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് കൊടുക്കുന്നത്. ദ സെക്കൻഡ് മാംഗോ ഗിവ്സ് ഹിം സ്ലൈറ്റ്ലി ലെസ് സാറ്റിസ്ഫാക്ഷൻ. രണ്ടാമത്തെ മാംഗോ സാറ്റിസ്ഫാക്ഷൻ കുറവാണ് കൊടുക്കുക. ദ തേർഡ് മാംഗോ ഗിവ്സ് ഹിം സ്റ്റിൽ ലെസ് യൂട്ടിലിറ്റി ആൻഡ് സോ ഓൺ. അപ്പോൾ മൂന്നാമത്തെ മാംഗോ കഴിക്കുമെന്നാണ് യൂട്ടിലിറ്റി വീണ്ടും കുറയുക ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ലോയിൽ പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ടേബിൾ നോക്കാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടേബിൾ ശ്രദ്ധിക്കുക. ഇത് നമ്പർ ഓഫ് മാംഗോസ് കൺസ്യൂംഡ് ആണ്. ഇത് ടോട്ടൽ യൂട്ടിലിറ്റി ആക്കി കിട്ടുന്നതാണ്. ഇത് മാർജിനൽ യൂട്ടിലിറ്റിയാണ്. അതായത് അഡീഷണൽ ആയിട്ടൊരു മാംഗോ കഴിക്കുമ്പോൾ കിട്ടുന്ന അഡീഷണൽ യൂട്ടിലിറ്റിയാണ്. ഇതാണ് കുറഞ്ഞു വരിക എന്നുള്ളതാണ് നമ്മുടെ ലോ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ മാംഗോ കഴിക്കുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടുന്ന 5 യൂണിറ്റ് ആണ്. അപ്പോൾ ആ മാംഗോന്ന് കിട്ടുന്ന എത്രയാണ്, ഒരു മാംഗോ അല്ലേ ഉള്ളൂ. അപ്പോൾ അഡീഷണൽ മാംഗോ ഇതാണ്. അതുകൊണ്ട് തന്നെ അതിലുള്ള മാർജിനൽ യൂട്ടിലിറ്റിയും 5 തന്നെയാണ്. ഇനി രണ്ടാമത്തെ മാംഗോ കഴിക്കുമ്പം അഡീഷണൽ 1 കഴിച്ചു. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ യൂട്ടിലിറ്റി 9 ആണ്. അപ്പോൾ ഇവിടെ കിട്ടിയ 5ൽ നിന്ന് ഇവിടേക്ക് എത്ര ആഡ് ചെയ്തത്, 4 ആണ് ആഡ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റി, അല്ലേ. 5ൻ്റെ കൂടെ 4 ആഡ് ചെയ്യുമ്പോൾ അവിടെ 9 കിട്ടുന്നത്. ഇനി അടുത്ത മാംഗോ ഒന്നും കൂടി കഴിക്കുന്ന നേരത്തെ ഇവിടെ കിട്ടുന്നത് 12 യൂണിറ്റ് യൂട്ടിലിറ്റിയാണ്. അപ്പോൾ 9ൽ നിന്നും 3 ആഡ് ചെയ്താലാണ് 12 വരുന്നത്. അപ്പോൾ 3 ആണ് ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി നിങ്ങൾ നോക്കുക, കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. നാലാമത്തെ യൂണിറ്റ് കഴിക്കുമ്പോൾ 14 യൂണിറ്റ് ആണെന്ത് നമ്മുടെ യൂട്ടിലിറ്റി വരുന്നത്, 2 യൂണിറ്റ് ആണ് എക്സ്ട്രാ വരുന്നത്. അപ്പോൾ 3 ആയിരുന്നത് 2 ആണ് പിന്നെ ആഡ് ആവുന്നത്. പിന്നെ 5ാമത്തെ യൂണിറ്റ് കഴിക്കുന്ന നേരത്ത് 15 യൂട്ടിലിറ്റിയാണ് വരുന്നത്. അപ്പോൾ എന്താണ്, 1 യൂണിറ്റേ വരുന്നുള്ളൂ. ഓക്കെ, ഇവിടെ 1 യൂണിറ്റ് അധികം കഴിക്കുമ്പോൾ 1 യൂണിറ്റേ വരുന്നുള്ളൂ. അപ്പോൾ 1 ആണ് വരുന്നത്. പിന്നീട് വരുന്നത് 6ാമത്തെ യൂണിറ്റ് കഴിക്കുന്ന നേരത്ത് 15ൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണ്, യൂട്ടിലിറ്റി കൂടുന്നില്ല. അപ്പോൾ 0 യൂണിറ്റ് ആണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 0 ആണ് വരുന്നത്. ഇനി എന്താണ്, ഒന്നും കൂടി കഴിക്കുന്ന നേരത്ത് അയാൾക്ക് എന്ത് ചെയ്യാണ്, അത് വോമിറ്റിംഗ് ടെൻഡൻസി വരികയാണ്, നെഗറ്റീവ് യൂട്ടിലിറ്റിയാണ് വരുന്നത്, -1 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ടേബിളായിട്ട് കാണിക്കാനായിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക, മാർജിനൽ യൂട്ടിലിറ്റി എന്താണെന്ന് കുറഞ്ഞു വരിക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 5ൽ 4 ആകുന്നു, 3 ആകുന്നു, 2 ആകുന്നു, 1 ആകുന്നു, 0 ആകുന്നു, നെഗറ്റീവ് ആകുന്നു. അപ്പോൾ ഈ നെഗറ്റീവ് എന്താണ്, കുറഞ്ഞു വരുമ്പോൾ, അതായത് ഇത് മാക്സിമത്തിലെത്തി, ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമത്തിലെത്തുന്ന പോയിൻറ്റും ഇത് 0-ലെത്തുന്ന പോയിൻറ്റുമാണ് പോയിൻ്റ് ഓഫ് സാച്ചുറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ DMU എന്നൊക്കെ ഷോർട്ടായിട്ട് ചോദിക്കും. ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ സൂചിപ്പിക്കാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.